ഞാൻ ആർ മോഹനൻ, അസോസിയേഷൻ ഓഫ് ദ എമർജൻസി വിക്ടിംസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നു. അടിയന്തരാവസ്ഥയ്ക്കെതിരെ 1975 ജൂൺ മാസം 25-ാം തീയതി ശ്രീമതി ഇന്ദിരാഗാന്ധി, അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥക്കെതിരെ രാജ്യത്തെ ആകമാനം നടന്ന അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരത്തിൽ കേരളത്തിലെ സംഘസ്വയംസേവകരാണ് പ്രധാനമായിട്ടും പങ്കെടുത്തത്. അതിൽ ഏതാണ്ട് 8000-ഓളം സംഘസ്വയംസേവകർ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തു. ആ സമരത്തിൻ്റെ രീതി തന്നെ ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരമായിരുന്നു. ആ സമരത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ സംഘസ്വയംസേവകരോട് സംഘാധികാരിമാർ ഈ സമരത്തിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് എന്തും സംഭവിക്കാം, ഒരുപക്ഷെ ജീവൻ വരെ നഷ്ടപ്പെടാം, പോലീസിൻ്റെ കൊടിയ മർദ്ദനങ്ങൾ, ക്രൂരമായ മർദ്ദനങ്ങളും ഉണ്ടാകും, അതോടൊപ്പം തന്നെ നിലവിലുള്ള നിങ്ങളുടെ ജോലി, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല ഒക്കെ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. എന്നിട്ടും വളരെ ആവേശത്തോടു കൂടി സംഘത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഈ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി RSSൻ്റെ പ്രവർത്തകന്മാർ, ഏതാണ്ട് 8000-ഓളം പ്രവർത്തകന്മാർ ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരം കേരളത്തിൽ നടപ്പിലാക്കി. ഓരോ താലൂക്ക് സെൻറ്റേഴ്സിലും ആഴ്ചതോറും 11 പേരടങ്ങുന്ന ബാച്ചുകളാണ് ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തത്. എന്നാൽ അന്ന് നമ്മുടെ സംസ്ഥാനത്ത് CPIയിലെ അച്യുതമേനോൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിലെ ശ്രീ K. കരുണാകരൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്നു. കരുണാകരൻ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരൻ അന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിരുന്ന നിർദ്ദേശം, ഈ അടിയന്തരാവസ്ഥ കഴിയുന്നതോടുകൂടി RSSനെ കേരളത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണം, അതുകൊണ്ട് അടിച്ചൊതുക്കണമെന്നുള്ള നിർദ്ദേശമായിരുന്നു. അതിൻ്റെ ഫലമായി കേരളത്തിലെ സമരസേനാനികളോട് വളരെ കൊടിയ രീതിയിലുള്ള ക്രൂരമായ പോലീസ് മർദ്ദനങ്ങളാണ് ഇപ്പോൾ ഈ കേരളത്തിലെ പോലീസ് ഉപയോഗിച്ചത്. പോലീസ് 3, 4, 5 ദിവസം ലോക്കപ്പിലിട്ട് വളരെ മൃഗീയമായ രീതിയിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത മർദ്ദനങ്ങൾ സ്വീകരിച്ചു. അതിൽ 18ഓളം പുതിയ 3ാം മുറ എന്ന് തന്നെ പറയുന്ന മർദ്ദന മുറകളുണ്ടായിരുന്നു. എടുത്തു പറയുന്ന പേരുകൾ ഉരുട്ടൽ, ഗരുഡൻ തൂക്കൽ, വിമാനം പറത്തൽ, അതുപോലെ തന്നെ ക്ലിപ്പിടൽ എന്ന് വേണ്ട അങ്ങനെ വളരെ നികൃഷ്ടമായ രീതിയിലുള്ള മർദ്ദനമുറകളാണ് ഈ കേരളത്തിലെ സംഘസ്വയംസേവകരോട് അന്നത്തെ പോലീസ് ഉപയോഗിച്ചത്. അന്ന് ശരിക്കും പറഞ്ഞാൽ പേരെടുത്ത് പറയേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. പുലിക്കോടൻ നാരായണൻ, ജയറാം പടിക്കൽ, അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ സ്പേഡ് ഗോപി എന്നറിയപ്പെടുന്ന അങ്ങനെ എടുത്തു പറയേണ്ട ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ സമരസേനാനികൾ വളരെ നികൃഷ്ടമായിട്ടും നീചമായ രീതിയിലുമാണ് മർദ്ദന മുറകൾ ഉപയോഗിച്ചത്. അങ്ങനെ 3-4 ദിവസം തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ലോക്കപ്പിലിട്ട് പോലീസുകാരുടെ കൈ കഴിക്കുന്നതുവരേക്ക് മാറി മാറി ഓരോ മണിക്കൂർ ഇടവിട്ട് മർദ്ദിച്ചു. ആ മർദ്ദനങ്ങൾ ഏൽക്കാൻ നമ്മുടെ സംഘസ്വയംസേവകർ വളരെ സന്തോഷത്തോടുകൂടിയാണെങ്കിലും ആ സമരത്തിൽ പങ്കെടുത്തു. ആ സമരം ഏതാണ്ട് 1 മാസം പിന്നിട്ട സമയത്ത് കേരളത്തിലെ സെൻട്രൽ ജയിലുകളും സബ് ജയിലുകളും ഒക്കെ നിറഞ്ഞു. അങ്ങനെ അതിനുശേഷം ഇവിടുത്തെ കേരളത്തിലെ ജുഡീഷ്യറിയും പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൂടെ തീരുമാനിച്ചു 11 പേര് അടങ്ങുന്ന ബാച്ചുകൾ സത്യാഗ്രഹ സമരം നടത്തി വന്നാൽ അറസ്റ്റ് ചെയ്ത് 3-4 ദിവസം ലോക്കപ്പിലിട്ട് അവരെ ക്രൂരമായി മർദ്ദിക്കുക. അതിനുശേഷം അതിൽ നിന്ന് 2 പേരുടെ പേരിൽ മാത്രം DIR ചുമത്തി അവരെ ജയിലിലടയ്ക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ബാക്കി 9 പേരെ 2-3 ദിവസം മർദ്ദനങ്ങൾക്ക് ശേഷം രാത്രി ഇറക്കി വിടുന്നൊരു സ്ഥിതി പോലും ഉണ്ടായി. അന്നത്തെ അതിൽ അവരുടെ പേരിൽ FIR എടുക്കുകയോ കേസ് രജിസ്റ്റർ ചെയ്യുകയോ പോലും ഉണ്ടായില്ല. അങ്ങനത്തെ അത്തരം 3000-ഓളം പ്രവർത്തകന്മാർ സംഘ സ്വയംസേവകർ കേരളത്തിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. ഇതിൽ കേരളത്തിൽ 7438 പേരാണ് മിസ പ്രകാരവും DIR പ്രകാരം ജയിലിലുണ്ടായിരുന്നത്. ഈ ജയിലിലുണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഏതാണ്ട് ഒന്നും പ്രതീക്ഷിച്ച് പോയവരല്ല. ഏതെങ്കിലും തരത്തിലേക്ക് സർക്കാരിൻ്റെ അംഗീകാരം കിട്ടുമെന്നോ, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം കിട്ടുമെന്നോ, താമ്രപത്രം കിട്ടുമെന്നോ, പെൻഷൻ കിട്ടുമെന്നോ പ്രചാരിച്ച് പോയവരല്ല. പക്ഷേ അന്നത്തെ പോലീസ് മർദ്ദനം ഏതാണ്ട് 40 വർഷം പിന്നിട്ട് എല്ലാവരും 60 വയസ്സൊക്കെ ആയ സമയത്ത്, 60 വയസ്സ് കഴിഞ്ഞ സമയത്ത് എല്ലാവരും രോഗികളായി മാറി, കിടപ്പ് രോഗികളായി മാറി. അത്തരം ആളുകളെ സഹായിക്കാനും അതിനുവേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഈ സംഘടന അസോസിയേഷൻ ഓഫ് ദ എമർജൻസി വിക്ടിംസ് എന്നുള്ള ഈ സംഘടന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സഹായത്തോടുകൂടി കേരളത്തിലെ ഏതാണ്ട് 350-ഓളം പേർക്ക്
പ്രതിമാസ ചികിത്സാ സഹായം ഈ സംഘടന സംഘടിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സഹായം കൊടുക്കുന്നവർക്ക്, പ്രതിമാസ ചികിത്സാ സഹായം കൊടുക്കുന്നവരുടെ ആരുടെയും ഫണ്ട് ഒരാളിൽ നിന്നും സംഘടന വാങ്ങുന്നില്ല. മറിച്ച് ആരാണോ സഹായിക്കാൻ തയ്യാറാവുന്നത് അവരിൽ നിന്ന് നേരിട്ട് ബന്ധപ്പെട്ട കിടപ്പ് രോഗിക്ക് അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന നടപടിയാണ് ഈ സംഘടന സ്വീകരിച്ചു വരുന്നത്. കേരളത്തിൽ നടപ്പിലാക്കിയ മർദ്ദനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ എടുത്തു പറയേണ്ട 5-6 പേരുകളുണ്ട്. ഒരുപാട് പേർക്ക് ക്രൂരമായ മർദ്ദനം ഏറ്റിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ട പേരുകൾ ആലപ്പുഴ ജില്ലയിൽ തന്നെ അന്ന് ജില്ലാ പ്രചാരക്കായിരുന്ന ശ്രീ വൈക്കം ഗോപകുമാർ, ശ്രീ അത്തോളി ശിവദാസ്, ശ്രീ MI സുകുമാരൻ, അതുപോലെ തന്നെ ആലുവ ഭാഗത്ത് ശ്രീ PK ശശി എന്നുള്ള പ്രചാരകൻ, അതോടൊപ്പം തന്നെ കൊച്ചി പുരുഷോത്തമൻ എന്ന് പറയുന്ന, അങ്ങനെ നിരവധി പേരുകൾ ഉണ്ട്. ഞാൻ 3-4 പേരുടെ പേരുകൾ മാത്രം ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ അതിൽ ആലപ്പുഴ ജില്ലയിൽ നടന്ന മർദ്ദനങ്ങളിൽ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലും നടന്ന മർദ്ദനമുറകളുടെ ഒരു പ്രത്യേകത, അന്ന് ഇവിടുത്തെ ആലപ്പുഴ ജില്ലയിൽ ശരിക്കും പറഞ്ഞാൽ പോലീസ് DCC പ്രസിഡൻ്റായിരുന്ന ആൾ ശ്രീ തച്ചടി പ്രഭാകരനായിരുന്നു. ശ്രീ തച്ചടി പ്രഭാകരൻ എന്ന് പറയുന്ന DCC പ്രസിഡന്റിൻ്റെ രീതി, അദ്ദേഹമാണെന്ന് പോലീസ് സ്റ്റേഷൻ അടക്കി ഭരിച്ചിരുന്നത് കോൺഗ്രസ്സുകാരാണ്. തച്ചടി പ്രഭാകരൻ്റെ ഒരു രീതി, പോലീസ് ഉദ്യോഗസ്ഥന്മാർ RSSകാരെ ഈ സമരത്തിൽ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നാൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം പോലീസ് SIമാർക്കും CIമാർക്കും കൊടുത്തിരുന്നത്, അറസ്റ്റ് ചെയ്ത ആളുകളെ കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, തച്ചടി പ്രഭാകരൻ്റെ വീട്ടിലേക്ക് ഫോൺ കറക്കി അത് മേശപ്പുറത്ത് വെച്ചതിന് ശേഷം ഈ സമരസേനാനികളെ ഇടിക്കുന്ന ശബ്ദവും അതോടൊപ്പം തന്നെ അവർ കരയുന്ന ശബ്ദവും അദ്ദേഹത്തിനെ കേൾപ്പിക്കണമായിരുന്നു. DCC പ്രസിഡന്റിനെ കേൾപ്പിക്കണമായിരുന്നു. ഇനി അഥവാ ഏതെങ്കിലും നമ്മുടെ പ്രവർത്തകൻ ഇടികൊണ്ട് കരഞ്ഞിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ശക്തിയായിട്ട് ഇടിച്ചില്ലേ എന്ന് ചോദിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥനെ തെറി വിളിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരെ ഉണ്ടായി. മറ്റൊന്ന്, ആലപ്പുഴയിൽ എടുത്തു പറയേണ്ട സംഗതി, ഇവിടെ ഇസ്പേഡ് ഗോപി എന്ന് പറയുന്ന ഒരാളാണ്, അന്നത്തെ SP ആയിരുന്ന ആൾ. ഇവിടെ വളരെ ക്രൂരമായ മർദ്ദനമുറകളാണ് അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചത്. അതായത് ഇവിടെ കേരളത്തിൽ ഏതാണ്ട് 13ഓളം കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ തന്നെ, അതായത് മർദ്ദനത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ തന്നെ ഉണ്ടായിരുന്നു. ആ ക്യാമ്പുകളിൽ ഇവിടെ ആലപ്പുഴയിൽ ഒരു പ്രത്യേക ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിലാണ് ശ്രീ വൈക്കം ഗോപകുമാറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അദ്ദേഹം സമരത്തിൽ പങ്കെടുത്തിരുന്നതല്ല, പക്ഷേ അദ്ദേഹം ഈ ജില്ലയിലെ ജില്ലാ പ്രചാരക്കായിരുന്നു. അദ്ദേഹത്തിനെ ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് അദ്ദേഹത്തിന് ഒരു കോൺഗ്രസ്സുകാരൻ ഒറ്റുകൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോലീസ് കൂടിയത്. അദ്ദേഹം KSRTC ബസ് സ്റ്റാൻഡിനകത്ത് കടന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ചില പേപ്പറുകൾ, ആദ്യം കയറിയ ബസ്സിനകത്തിൻ്റെ സീറ്റിൻ്റെ അടിയിലേക്ക് ആ പേപ്പറുകൾ എറിഞ്ഞു കളഞ്ഞതിന് ശേഷം അദ്ദേഹം അടുത്ത ബസ്സിൽ കയറി. അദ്ദേഹത്തിനെ ആ ബസ് വളഞ്ഞാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ബസ് സ്റ്റാൻഡിനകത്ത് കൂടിയ ജനങ്ങളോട് പറഞ്ഞത്, ഇയാൾ കള്ളനാണ്, കള്ളനെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോവുകയാണ് എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിനോട് പെരുമാറിയത്. അതിനുശേഷം അദ്ദേഹത്തിനെ ആലപ്പുഴയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുവന്ന് 16 ദിവസക്കാലം അദ്ദേഹത്തിന് വളരെ ക്രൂരമായി മർദ്ദിച്ചു. അദ്ദേഹത്തിന് മാത്രമല്ല, ശ്രീ അത്തോളി ശിവദാസിനെയും MI സുകുമാരനെയൊക്കെ ഈ കൂട്ടത്തിൽ ഈ ജില്ലയിൽ നിന്ന് പ്രചാരകന്മാരായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. ശ്രീ വൈക്കം ഗോപകുമാറിനെയൊക്കെ, അതായത് ഒരു മുറിക്കകത്ത് ഫാൻ തൂക്കുന്ന ഹുക്കിനകത്തേക്ക്, ശരിക്കും പറഞ്ഞാൽ ആ ഹുക്കിലേക്ക് 2 കൈകളും കൂട്ടി വലിച്ച് മുകളിലേക്ക് കെട്ടി നിർത്തിയിട്ട്, പൂർണ്ണ നഗ്നനായിട്ട് നിർത്തിയിട്ട്, അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് അടിക്കുന്ന രീതിയിൽ നമ്മൾ സാധാരണ പണ്ട്, ഇപ്പോഴതില്ല, നേരത്തെ നാടകങ്ങൾക്കും അതുപോലെ തന്നെ ഡാൻസുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന 500-ൻ്റെ ബൾബ്, വലിയ ബൾബ്, ആ ബൾബ് തലയ്ക്ക് മുകളിൽ കെട്ടി ഇങ്ങനെ അതായത് അതിങ്ങനെ ഓൺ ചെയ്ത് തലയ്ക്ക് മുകളിൽ, അതായത് ആ മുറിക്കകത്ത് വേറെ കാറ്റ് കിടക്കാത്ത മുറിക്കകത്ത് ആ ബൾബ് 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ചൂടേറ്റതിന് ശേഷം ചുറ്റും പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിന്ന് അദ്ദേഹത്തിനെ വളരെ ക്രൂരമായി മർദ്ദിച്ചു. അതിനോട് ഒപ്പം അദ്ദേഹത്തിന് ഉരുട്ടൽ എന്നുള്ളൊരു മുറ പോലും പ്രയോഗിച്ചു. ആ ഉരുട്ടൽ മുറ എന്ന് പറയുന്നത്, ഒരാളെ അദ്ദേഹത്തിനെ ബെഞ്ചിൽ കിടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ കൈകൾ ബെഞ്ചിൻ്റെ അടിയിലേക്ക് 2 കൈകളും വലിച്ച് ബന്ധിച്ചു.
കാലിൻ്റെ തള്ളവിരലുകൾ ചേർത്ത് കെട്ടി, അതുപോലെ തന്നെ കാല് ബെഞ്ചിനോട് കൂട്ടിക്കെട്ടി, എന്നിട്ട് ഒലയ്ക്ക കൊണ്ടുവന്നിട്ട് ഒലയ്ക്ക കൊണ്ട് അതിങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരിക്ക് പറഞ്ഞാൽ തുട മുതൽ അങ്ങ് പാദം വരെയുള്ള ഭാഗത്തേക്ക് 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ അപ്പുറത്തും ഇപ്പുറത്തും നിന്നിങ്ങനെ ഉരുട്ടുന്ന പ്രക്രിയയായിരുന്നു. അങ്ങനെ ചെയ്യുന്നവരിട്ട് ആ ശരീരത്തിലുണ്ടായിരുന്ന അതായത് മസിൽസ് നമ്മുടെ ശരീരത്തിലെ മസിൽസൊക്കെ ഉടഞ്ഞു പോകുന്ന തരത്തിലുള്ള നല്ല, അതായത് അസ്ഥിയും മാംസവും തമ്മിൽ വേറിട്ടിരുന്ന അതിൻ്റെ വളരെ ശക്തമായ വേദന അത് സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം നിന്നിരുന്നത്. അങ്ങനെ കുറേ പ്രാവശ്യം ഇത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ബോധം കെട്ട് പോവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ കൊണ്ടുവന്നൊരു ബക്കറ്റ് വെള്ളം ഒഴിക്കും. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വരുമ്പോൾ അദ്ദേഹത്തിന് ബോധം വരും. ഈ സമയത്ത് ഇങ്ങനെ അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ കാവടിയാട്ടം എന്ന് പറഞ്ഞൊരു പ്രക്രിയ അദ്ദേഹത്തിൻ്റെ മേൽ പ്രയോഗിച്ചു. 2 കൈകളും കൂട്ടി മേളിലേക്ക് കെട്ടി തൂക്കിയിട്ട് പൂർണ്ണ നഗ്നനായിട്ട് നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് 2 കൈകളുടെയും ഇടയിൽ കഴുത്തിൻ്റെ ഇടയിലും കൂടെ ചേർന്നിട്ട് ലാത്തി വെച്ചിട്ട് ആ ലാത്തി വെച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ പോലീസുകാർ മർദ്ദിക്കും. അങ്ങനെ അദ്ദേഹം കാവടി ആടുന്നത് മാതിരി ഫലത്തിൽ നിന്ന് ആടുന്നൊരു സ്ഥിതി. കുറേ കഴിയുമ്പോൾ അയാളുടെ ബോധം പോവും. ആ ബോധം പോകുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ട് നല്ല ശക്തിയിൽ മുഖത്തേക്ക് ഒഴിക്കുന്നൊരു രീതി. അങ്ങനെ നമുക്ക് അതായത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള മർദ്ദന മുറകളാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രയോഗിച്ചത്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപകമായി പ്രയോഗിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ ശക്തമായ മർദ്ദന മുറകൾ ഉണ്ടായത് ആലപ്പുഴ ജില്ലയിലാണ്. അതുകൂടാതെ കണ്ണൂർ ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിൽ ഒക്കെ ഉണ്ടായി. കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രത്യേകത, അന്ന് അവിടെ NGA രാമൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ. അദ്ദേഹം സമരസേനാനികളെ കൊണ്ടുവന്ന് സ്പോട്ടിൽ വെച്ച് തന്നെ അടിച്ച് അവരുടെ ലാത്തി ഒടിയുന്നതുവരെ ലാത്തി ചാർജ് ചെയ്തു. പക്ഷേ നമ്മുടെ സ്വയം സേവകർ കൈ കോർത്ത് പിടിച്ച് തറയിൽ കിടന്നു. അങ്ങനെ കൈ കോർത്ത് പിടിച്ച് തറയിൽ കിടന്ന അവരുടെ മേലെ ലാത്തി അടിച്ച് ലാത്തികൾ ഒടിഞ്ഞു. ആ സമയത്ത് ബൂട്ടിട്ട്, ഇന്നത്തെ ഷൂ അല്ല, ബൂട്ടിട്ട് അവരെ എന്താ പറയുക, ലാടനുള്ള ബൂട്ട് അതിട്ട് അവരെ ചവിട്ടി. അങ്ങനെ മരിക്കാവുന്ന ആ കണ്ടീഷനിലാവുന്ന സമയത്താണ് ലോക്കപ്പിലേക്ക് അവർ മാറ്റിയത്. ഈ ലോക്കപ്പിലേക്ക് മാറ്റി അവരുടെ പേരുകളൊക്കെ ചോദിച്ച് പറഞ്ഞൊക്കെ എഴുതിയെടുത്ത് അഡ്രസ്സൊക്കെ എഴുതിയെടുത്തതിന് ശേഷം ഇവർ വന്ന ഗ്രാമം എവിടെയാണോ ആ കാസർഗോഡ് ആ ഗ്രാമത്തിൽ പോയിട്ട് ആ ഗ്രാമത്തിലെ ശരിക്കും പറഞ്ഞാൽ തലേ ദിവസം ഇവർ ബൈഠക്ക് നടത്തിയിരുന്ന, സമരത്തിന് പോകുന്നതിന് മുൻപേ തലേ ദിവസം കൂടിയ ആ ബൈഠക്ക് നടന്ന വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അനുഭാവിയായിട്ടുള്ള പ്രവർത്തകനാണ്, സ്വയംസേവകനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നിരുന്ന, പറമ്പിൽ നിന്നിരുന്ന ഏതാണ്ട് 500ഓളം കവുങ്ങൾ വെട്ടി നശിപ്പിച്ചു. കുറേ വാഴകൾ നിൽപ്പുണ്ടായിരുന്നു, അദ്ദേഹത്തിന് വാഴത്തോട്ടം ഉണ്ടായിരുന്നു, അത് വെട്ടി നശിപ്പിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹം മാർക്കറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണക്കി വെച്ചിരുന്ന അടയ്ക്ക ഉണ്ടായിരുന്നു. ഈ അടയ്ക്കയും എടുത്ത് വെള്ളം ഒഴിച്ച് അത് നശിപ്പിച്ചു. ഇതിന് പുറമെ ആ ഭാഗത്തുള്ള നമ്മുടെ സമരസേനാനികളുടെ വീടുകളിലൊക്കെ പോയിട്ട് രാത്രി അത്താഴം കഴിക്കാൻ വേണ്ടി വെച്ചിരുന്ന കഞ്ഞി, അത് കലത്തോട് ഇന്നത്തെ മാതിരി സ്റ്റീൽ കലത്തിലൊന്നും അല്ല, അന്ന് മൺകലത്തിലൊക്കെയാണ് അന്ന് ഭക്ഷണം പാകം ചെയ്തിരുന്നത് നമ്മുടെ വീടുകളിൽ. അവിടെ പോയിട്ട് രാത്രി കഴിക്കാൻ വെച്ചിരുന്ന കഞ്ഞിയും അത്താഴവും ഒക്കെ അത് കലത്തോടു കൂടി മുറ്റത്തേക്ക് എടുത്തെറിഞ്ഞ് അത് ആ കലവും ചട്ടിയും കലവും അടിച്ച് പൊട്ടിച്ച് അത്ര വളരെ മൃഗീയമായ രീതിയിലുള്ള സമരങ്ങളാണ് അവർ നടപ്പിലാക്കിയത്, മർദ്ദനമുറകളാണ് അവർ നടപ്പിലാക്കിയത്. അങ്ങനെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റിട്ടും ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചുകൊണ്ട്, മഹാത്മാഗാന്ധി കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് ഭാരതമാതാവിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കാൻ പോലും തയ്യാറായ സംഘ സ്വയംസേവകരാണ് ഈ സമരത്തിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ സംഘ സ്വയംസേവകരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടി, ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി, ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഈ സമരം ചരിത്രത്തിൻ്റെ താളുകളിൽ എഴുതപ്പെടേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ പിന്നീട് ഇതൊരു ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വേണ്ടത്ര താല്പര്യമെടുത്തില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഇതൊരു ഇന്ത്യ ചരിത്രത്തിലെ എഴുതപ്പെടേണ്ട വളരെ വലിയ ചരിത്രമാണ്. ഈ ചരിത്രം വരും തലമുറയെ പഠിപ്പിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളെ മുതൽ ഈ ചരിത്രം പഠിപ്പിക്കേണ്ടതാണ് എന്നാണ് സംഘടനയുടെ അഭിപ്രായം. ഈ മർദ്ദനമുറകൾ വേറെ ഒരു സമയത്തും നടക്കാത്ത ഈ ക്രൂര മർദ്ദനമുറകളും അന്ന് നടന്ന സമരങ്ങളും പാഠ്യവിഷയമാക്കണം എന്നുകൂടി ഞങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച്
ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഈ കാര്യത്തെ സംബന്ധിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്.